ദൈവവചനവും സംസ്കാരവും തമ്മിലുള്ള കണ്ടുമുട്ടലിന്റെ സവിശേഷമായ പശ്ചാത്തലം വിദ്യാലയങ്ങളും യൂണിവേഴ്സിറ്റികളും അത്രേ. ഇത് നാം വായിച്ചു കേൾക്കുന്നത് മറ്റെങ്ങുമല്ല, വെർബും ദൊമിനിയിലാണ്. വിദ്യാർത്ഥികളെയും വചനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലോഗോസ് ക്വിസ് 2012ന്റെ ബി ലെവൽ ഫൈനൽ റൗണ്ട് മത്സരങ്ങളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ലോഗോസ് ക്വിസ് 2012ന്റെ പ്രിയങ്കരനായ ക്വിസ് മാസ്റ്റർ റവറൻഡ് ഡോക്ടർ ജേക്കബ് നാലുപറയിൽ കേരള സഭയിലെ ബൈബിൾ പണ്ഡിതരിൽ പ്രമുഖനും കാരുണികൻ, സ്മാർട്ട് ഫാമിലി, കമ്പാനിയൻ മുതലായ പ്രസിദ്ധീകരണങ്ങളുടെ ചീഫ് എഡിറ്ററും മികച്ച എഴുത്തുകാരനും ആത്മീയും എല്ലാമായ റവറൻഡ് ഡോക്ടർ ജേക്കബ് നാലുപറയിലിനെ സഹർഷം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലോഗോസ് 2012 അതിൻ്റെ ബി ഗ്രൂപ്പിലാണ് നമ്മളെല്ലാവരുമായിരിക്കുന്നത്. നിങ്ങൾ 10 പേര് ഫൈനൽ റൗണ്ടിലേക്ക് നോക്കണം. അനേകായിരങ്ങളിൽ നിന്നല്ല, ലക്ഷങ്ങളിൽ നിന്ന് മത്സരിച്ച് കയറി വന്നവരാ നിങ്ങൾ. ദൈവവചനം അത് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ്, ജീവിതം കൂടുതൽ നന്മയുള്ളതാക്കാനാണ്, ജീവിതം കൂടുതൽ സ്നേഹമുള്ളത് ആക്കാനാണ്. അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആയി തീരട്ടെ ആണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനം സൗന്ദര്യവും സന്തോഷവും സമാധാനവും പകരുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് കൂടുതൽ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബി ഗ്രൂപ്പിന്റെ 1ാമത്തെ റൗണ്ടിലേക്ക് വരികയാണ്. 1ാമത്തെ റൗണ്ട് എക്സോഡസ് റൗണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യ റൗണ്ടായ എക്സോഡസ് റൗണ്ടിൽ പുറപ്പാടിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും മത്സരാർത്ഥികൾക്ക് നേരിടേണ്ടി വരിക. ഓരോ ചോദ്യത്തിനും 10 മാർക്ക് വീതമായിരിക്കും. ഏതെങ്കിലും ചോദ്യത്തിന്റെ ഉത്തരം അറിയാതെ വരികയോ തെറ്റിപ്പോവുകയോ ചെയ്താൽ നിങ്ങൾക്ക് മാർക്കൊന്നും ലഭിക്കുന്നതായിരിക്കില്ല. എന്നാൽ നിങ്ങൾക്ക് ചോദ്യം പാസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ചോദ്യം പാസ് ചെയ്ത് കിട്ടുന്ന ഓരോ മത്സരാർത്ഥിക്കും ലഭിക്കുന്ന മാർക്ക് 5 വീതമായിരിക്കും. 1ാമത്തെ ചോദ്യം അമൻഡ ബെന്നിനോടാണ്. ചോദ്യം തുടങ്ങുന്നതിന് മുമ്പ് അമൻഡ ഒന്ന് സ്വയം പരിചയപ്പെടുത്തണം. എൻ്റെ പേര് അമൻഡ ബെൻ, വീട്ടുപേര് ചിറ്റേട്ട, പാലക്കാട് രൂപതയിൽ നിന്നാണ് വരുന്നത്. അവിടെ തച്ചമ്പാറയാണ് എൻ്റെ വീട്. നമ്മൾ 1ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. സമാഗമ കൂടാരത്തിനുള്ളിൽ സാക്ഷ്യ പേടകത്തിന് മുൻപിലുള്ള വിളക്കിൽ ഏതു തരം എണ്ണയാണ് ഉപയോഗിച്ചിരുന്നത്? ആട്ടിയെടുത്ത ശുദ്ധമായ ഒലിവെണ്ണ. കറക്റ്റ് ആൻസർ. 10 മാർക്ക്. രണ്ടാമത്തെ ചോദ്യം ആൽബർട്ട് എബ്രഹാം. ആൽബർട്ട്, ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിക്കേ നിന്നെ തന്നെ. എൻ്റെ പേര് ആൽബർട്ട് എബ്രഹാം, വീട്ടുപേര് ഞൊങ്ങണയിൽ, പാലാ രൂപത, എടവക, ചേർപ്പുങ്കൽ. ചോദ്യം ശ്രദ്ധിക്കുക. ഏതെല്ലാം സുഗന്ധ ദ്രവ്യങ്ങൾ ചേർത്താണ് അഭിഷേക തൈലം ഉണ്ടാക്കേണ്ടത്? 500 ഷെക്കൽ അമരിപ്പട്ടയും, 250 ഷെക്കൽ സുഗന്ധ സസ്യവും, 250 ഷെക്കൽ സുഗന്ധമുള്ള കറുവാപ്പട്ടയും, 1 ഹിൻ ഒലിവെണ്ണയും. ആൽബർട്ട് പറഞ്ഞ ഉത്തരം 100% പരിപൂർണമല്ല, അതുകൊണ്ട് ഞാനത് പാസ് ചെയ്യാം. അനിലായി. 500 ഷെക്കൽ ശുദ്ധമായ മീറ, 250 ഷെക്കൽ സുഗന്ധമുള്ള കറുവാപ്പട്ട, 250 ഷെക്കൽ സുഗന്ധ സസ്യം, 500 ഷെക്കൽ അമരിപ്പട്ട, 1 ഹിൻ ഒലിവെണ്ണ. കറക്റ്റ് ആൻസർ. ആൽബർട്ടിന് നഷ്ടമായത് 1 ഘടകം നഷ്ടമായിട്ടുണ്ട്. അതിന് കിട്ടേണ്ട മാർക്ക് എത്രയാന്നുള്ളത് ജൂറി തീരുമാനിക്കും. ആൽബർട്ട് ആദ്യത്തെ ചാൻസ് ആയതുകൊണ്ട് 10 മാർക്കിനാണ് ഉത്തരം പറയേണ്ടിയിരുന്നത്. അതിൽ 1 ഘടകം 5 ഘടകങ്ങളിൽ 1 ഘടകം പോയത് കൊണ്ട് ആൽബർട്ടിന് 8 മാർക്ക്. അനിലയുടെ ചാൻസ് ആണ് അടുത്തത്. അതിനു മുമ്പ് ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് അനില സ്വയം ഒന്ന് പരിചയപ്പെടുത്തുക. എൻ്റെ പേര് അനില സോജൻ, ഞാൻ തൃശ്ശൂർ അതിരൂപതയിൽ നിന്ന് വരുന്നു. അവിടെ പെരിഞ്ചേരിയാണ് എൻ്റെ സ്ഥലം. 3ാമത്തെ ചോദ്യം അനില സോജനോടാണ്. സാക്ഷ്യ കൂടാരത്തിലെ വിളക്കുകാലിന്റെ ശാഖകളിലെ ചക്ഷകങ്ങളുടെ ആകൃതി എന്ത്? ബദാംപൂവിന്റെ ആകൃതിയിലുള്ള മുകുളങ്ങളോടും പുഷ്പതലങ്ങളോടും കൂടിയുള്ള ചഷകങ്ങൾ. കറക്റ്റ് ആൻസർ. 4ാമത്തെ ചോദ്യം ജിറ്റു മോളോടാണ്. കൊല്ലം രൂപതയിൽ കേരളപുരം മേരി റാണി ദേവാലയത്തിൽ നിന്ന് വരുന്നു. നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് ഞാൻ നിശ്ചയിക്കും? അധ്യായവും വാക്യവും പറയുക. 33-ാം അധ്യായം പറഞ്ഞോളൂ. 4-ാം വാക്യം.
ഞാൻ ആ ചോദ്യം പാസ് ചെയ്യാണ്. പുറപ്പാട് 33 അധ്യായം 5 വാക്യം. 33:5 ഉറപ്പാണോ? നീറ്റായിട്ട് 5 മാർക്ക് ലഭിക്കുന്നു. അതോടൊപ്പം ജിറ്റുമോള് ആദ്യം അധ്യായവും വാക്യവും ചോദിച്ചപ്പോൾ അധ്യായം പറഞ്ഞു, അത് ശരിയായിരുന്നു, വാക്യത്തിലേക്ക് പോയില്ല. അപ്പോൾ ഫസ്റ്റ് ചാൻസിൽ പകുതി ഉത്തരം പറഞ്ഞതിന് 5 മാർക്ക്. അടുത്തത് 5ാമത്തെ ചോദ്യമാണ്, ഡിൻഡ ബേബിയോടാണ്. ഡിൻഡ ബേബി ഒന്ന് ഞങ്ങളെ പരിചയപ്പെടുത്താം. എന്റെ പേര് ഡിൻഡ ബേബി, കോതമംഗലം രൂപതയിൽ നിന്ന് വരുന്നു, കോലടി ഇടവക. എന്നാ ചോദ്യം ശ്രദ്ധിക്കുക. കൂടാര നിർമ്മാണത്തിന് ആയി ഇസ്രായേൽ സമൂഹത്തോട് മോശ ആവശ്യപ്പെട്ട കാഴ്ച വസ്തുക്കൾ 12 എണ്ണമാണ്. അവ ഏതൊക്കെ? സ്വർണം, വെള്ളി, ഓട്, നീലയും ധ്രുവവും അരുണവുമായ നൂലുകൾ, നേർത്ത ചണത്തുണി, കോലാട്ടിൻ രോമം, ഊറക്കിട്ട മുട്ടാടിൻ തോല്, നിലക്കരടി തോല്, കരുവേലത്തടി, വിളക്കുകൾക്കുള്ള എണ്ണ, അഭിഷേക തൈലത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ, ധൂപത്തിനുള്ള സുഗന്ധ വസ്തുക്കൾ, എഫോദും ഉരസ്ത്രാണവും അലങ്കരിക്കാനുള്ള ഗോമേതക വൈഡൂര്യ രത്നങ്ങൾ. അടുത്ത ചോദ്യം ദീപക് ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിക്കുക. ദീപകിനെ. ഞാൻ ദീപക് എബ്രഹാം, പൂതോലിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തിരുവനന്തപുരം ലൂർദ് ഫൊറോന പള്ളിയിൽ നിന്ന് വരുന്നു. മാസോത്ത് എന്ന വാക്കിന്റെ അർത്ഥം പാസ് ചെയ്യുന്നു. ജെറി, യുവർ ചാൻസ്. പാസ് ചെയ്യുന്നു. അമൃത പാസ് ചെയ്യുന്നു. റോസ് സാബത്ത് തെറ്റായ ഉത്തരവാണ്, ശരിയായില്ല. ഏവിൽ പാസ് ചെയ്യുന്നു. യുവർ ചാൻസ്. അമൻഡ പാസ്. ആൽബർട്ട് കൂടാരം അല്ല. അനില വിളക്കുകാല് അല്ല. അനില കഴിഞ്ഞ അടുത്ത തെറ്റിട്ടു. സമാഗമ കൂടാരം അല്ല. ആരും പറഞ്ഞിട്ടില്ല ശരിയായ ഉത്തരം. മാസ എന്ന ഏകവചനവും മസൂത്ത് എന്ന പ്ലൂറൽ ബഹുവചനവും. മസൂത്ത് എന്ന് പറഞ്ഞ പുളിപ്പില്ലാത്ത അപ്പം ആർക്കും പറയാൻ പറ്റിയില്ല. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചാൻസ് ജെറി ജയ്സന്റെ ആണ്. ജെറി എവിടെ നിന്ന് വരുന്നു? ഞാൻ പാലാരൂപതയിൽ നിന്ന് വരുന്നു, മേരിലാൻഡ് ഇടവക. ജെറി, ചോദ്യം ശ്രദ്ധിച്ചോളൂ. സാക്ഷ്യ കൂടാരത്തിന്റെ ചട്ടപ്പലകകളുടെ നീളവും വീതിയും എത്ര? നീളം 10 മുഴം, വീതി 1.5 മുഴം. കറക്റ്റ് ആൻസർ ജെറി. അടുത്തത് അമൃതയുടെ ചാൻസ് ആണ്. അമൃത ഒന്ന് പരിചയപ്പെടുത്തിക്കേ. എന്റെ പേര് അമൃത ആൻഡ്രു. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മേക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. എന്ന ചോദ്യം ശ്രദ്ധിച്ചോളാം. എപ്പോഴാണ് അഹ്റോൻ ഉരസ്ത്രാണം ധരിക്കേണ്ടത്? വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ. കറക്റ്റ് ആൻസർ. അതിന് സംശയിച്ചത്. അടുത്ത ചാൻസ് റോസ് മുട്ടത്ത്. റോസെ ഒന്ന് പറഞ്ഞേ, എവിടുന്ന് വരുന്നു? ഞാൻ തൃശ്ശൂർ അതിരൂപതയിൽ നിന്ന് വരുന്നു, കോട്ടപ്പടി ഇടവകാംഗമാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഏത് മൃഗത്തിന്റെ രക്തമാണ് പുരോഹിതന്റെ അഭിഷേക കർമ്മത്തിൽ ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടുന്നത്? കാളക്കുട്ടിയുടെ. കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നു. കാളക്കുട്ടിയുടെ. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ഏവലിൻ റോസിനോടാണ്. ഒന്ന് പരിചയപ്പെടുത്തിക്കേ സാർ. ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ വെള്ളാട്ടന്നൂർ ഇടവകയിൽ നിന്ന് വരുന്നു. അവസാനത്തെ ചോദ്യം അഹ്റോന്റെ പുത്രന്മാർക്ക് വിശുദ്ധ വസ്ത്രങ്ങൾ ലഭിക്കുന്നത് എപ്പോഴാണ്? ഞാനിത് പാസ് ചെയ്യാണ്. അമൻഡായി. അഹ്റോന്റെ മരണശേഷം. അഹ്റോന്റെ മരണശേഷം. കറക്റ്റ് ഉത്തരം. അപ്പോൾ ഒന്നാമത്തെ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുകയാണ്. നമ്മൾ അടുത്ത 2ാമത്തെ റൗണ്ടിലേക്ക് പോവുകയാണ്. ഈ റൗണ്ടിന്റെ പേര് ഹ്രീസ്തോസ് റൗണ്ട് എന്നാണ്. ഈ ക്രിസ്മസ് റൗണ്ടിൽ 10 ചോദ്യങ്ങളാണ് മത്സരാർത്ഥികൾക്കുള്ളത്. 10 ചോദ്യങ്ങളിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരക്കം സെലക്ട് ചെയ്യുന്നത് വഴി ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഓരോ മത്സരാർത്ഥിക്കും ഉണ്ടായിരിക്കും. തിരഞ്ഞെടുക്കുന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയുകയാണെങ്കിൽ ആ മത്സരാർത്ഥിക്ക് 10 പോയിന്റുകൾ ലഭിക്കുന്നതായിരിക്കും. അഥവാ ആ ചോദ്യം പാസ് ചെയ്യപ്പെട്ടു പോവുകയാണെങ്കിൽ ഉത്തരം പറയുന്ന മത്സരാർത്ഥിക്ക് 5 പോയിന്റ് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ക്രിസ്തോസ് റൗണ്ടിന്റെ 1ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. നിഷ പറഞ്ഞതുപോലെ നിങ്ങൾ മോണിറ്ററിൽ 10 ബിസ്ക്കറ്റ് ഷേപ്പ് ചോദ്യങ്ങളുണ്ട്. ടേബിളിനാണ് 1ാമത്തെ ചാൻസ്. ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ്, എന്റെ നമ്പർ പറയുക, അത് സെലക്ട് ചെയ്യാം.
നമ്പർ 1 പോകുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ഘടനയനുസരിച്ച് ശിഷ്യത്വത്തിന്റെ സ്വഭാവം വ്യക്തമാക്കുന്ന ഭാഗം ഏത്? ചോദ്യം പാസിയാണ്. മാർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. നെക്സ്റ്റ്. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങളും 9-ാം അധ്യായം 1-ാം വാക്യവും. നെക്സ്റ്റ്. ജെറി. മർക്കോസ് 8 അധ്യായം 34-ാം വാക്യം മുതൽ മർക്കോസ് 16-ാം അധ്യായം 8-ാം വാക്യം വരെ. നെക്സ്റ്റ്. മർക്കോസ് 8-ാം അധ്യായം 33 മുതൽ 38 വരെ. നെക്സ്റ്റ്. മർക്കോസ് 3-ാം അധ്യായം 13 മുതൽ 19 വരെ. മർക്കോസ് 8-ാം അധ്യായം 30 മുതൽ 16-20 വരെ. നെക്സ്റ്റ്. മർക്കോസ് 3-ാം അധ്യായം 14 മുതൽ 15 വരെ. ആൽബർട്ട്. മർക്കോസ് 9-ാം അധ്യായം 43 മുതൽ 45 വരെ. അമൻഡ. മർക്കോസ് 8-ാം അധ്യായം 34 മുതൽ 38 വരെ. മർക്കോസ് 8:31 നിങ്ങളുടെ പഠന സഹായിയിൽ പറഞ്ഞിരുന്നത്. മർക്കോസ് 8:31 മുതൽ 16:8 വരെയുള്ള ഭാഗങ്ങളാണ് ശിഷ്യത്വത്തെ സംബന്ധിച്ചുള്ള ഭാഗങ്ങളായിട്ട് പറഞ്ഞിരുന്നത്. ഏറ്റവും അടുത്ത് വന്നയാൾ 8:34, 16:8 എന്നാണ് പറഞ്ഞത്. അതിന് ആൾ സെക്കൻഡ് ചാൻസിലാണെങ്കിൽ പോലും ഒരു പകുതി മാർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അടുത്ത ചാൻസ് റോസിൻ്റെതാണ്. റോസെ, ഇതിനകത്ത് ഏത് ബിസ്ക്കറ്റ് ആയിരിക്കും താല്പര്യം? 4 ചോദ്യം. ഹെറോദസ് അന്തിപ്പാസിന്റെ ഭരണകാലം BC 4 മുതൽ AD 39 വരെ. കറക്റ്റ് ആൻസർ. BC 4 മുതൽ AD 39 വരെ. മൂന്നാമത്തെ ചോദ്യം അമൃതയുടെ ചാൻസ് ആണ്. അപ്പൊ അമൃത ഇതിൽ ഏതാണ് സെലക്ട് ചെയ്യുന്നത്? 9. നമുക്ക് 9 തുറക്കാം. ചോദ്യം ഇതാണ്: സദുക്കായർ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാതിരുന്നതിന് കാരണം എന്ത്? അവർ ദൈവത്തിന്റെ ശക്തിയോ വിശുദ്ധ ലിഖിതങ്ങളോ അറിഞ്ഞിരുന്നില്ല. അവരുടെ പാരമ്പര്യം അനുസരിച്ച് മരണത്തിന് ശേഷമുള്ള ജീവിതം ഉണ്ടായിരുന്നില്ല. തൗറയിലില്ലാത്ത ഒന്നിനും വിശുദ്ധ ഗ്രന്ഥപരമായ അടിസ്ഥാനമില്ല എന്ന് സദുക്കായർ വിശ്വസിച്ചിരുന്നു. അപ്പോ അതില് ഇല്ല, പുനരുത്ഥാനത്തിന്റെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരത് വിശ്വസിച്ചിരുന്നില്ല. കറക്റ്റ് ആൻസർ. തോറായുടെ ഭാഗമായിട്ട് ഈ പ്രബോധനം വരുന്നില്ല, അതുകൊണ്ട് അവര് വിശ്വസിച്ചില്ല. അതുകൊണ്ട് 5 മാർക്ക്. ചാൻസ് ആരുടെ? ജെറിയുടെ. ജെറി സെലക്ട് ചെയ്യുന്ന ബിസ്ക്കറ്റ് നമ്പർ പറയണം. 8. അത് വളരെ വലുതായിരുന്നു താനും. ഏത്? ശവകുടീരത്തിന് മുമ്പിലുണ്ടായിരുന്ന കല്ല്. ശവകുടീരത്തിന്റെ പുറമേ ഉണ്ടായിരുന്ന കല്ല്. കറക്റ്റ് ആൻസർ. അടുത്തത് ദീപകിന്റെ ചാൻസ്. ദീപക് ഏത് നമ്പറാണ് സെലക്ട് ചെയ്യുന്നത്? 10. 10-ൽ വെച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് നോക്കാം. ജെറൂസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തിയ രാത്രിയിൽ യേശു താമസിച്ച സ്ഥലം ഏത്? ബഥാനിയ. കറക്റ്റ്. ദീപകിന് 10. 6-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഏത് നമ്പറാണ് സെലക്ട് ചെയ്യുന്നത്? 5. നമ്പർ 5. അരമായ ഭാഷയിൽ ശിശു എന്ന പദത്തിന്റെ മറ്റ് ഒരു അർത്ഥം എന്ത്? സേവകൻ. ഓക്കെ, സേവകൻ. കറക്റ്റ് ആൻസർ. അനിലായുടെ കറക്റ്റ് ആൻസർ. 5 മാർക്ക്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ചുറ്റും ഏത് നമ്പറാണ് സെലക്ട് ചെയ്യുന്നത്? 2. മർക്കോസ് വിശേഷത്തിന്റെ ഘടന അനുസരിച്ച് ആദ്യ ഭാഗത്തിലെ 3 ഉപവിഭാഗങ്ങൾ ഏവ? ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ അനിലായുടെ ചാൻസ്. യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നു. യേശുവിന്റെ പരസ്യ ജീവിതം, യേശുവിന്റെ പീഡാനുഭവ ഉത്ഥാനത്തെ കുറിച്ചുള്ള പ്രവചനങ്ങൾ. ആ ക്വസ്റ്റ്യൻ പാസ് ചെയ്യാണ്. ആൽബർട്ടിന് ചാൻസ്. ആമുഖം. ആമുഖം. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ.
5 വിവാദ വിവരണങ്ങൾ. ഞാൻ പാസ് ചെയ്യണം. അമൻറ്റാണ് ചാൻസ്. ആമുഖം, യേശുവിന്റെ പരസ്യ ജീവിതം, അതായത് ഗലീലിലെ ശുശ്രൂഷ, പിന്നെ അവിടുത്തെ വ്യക്തിത്വത്തിന്റെ വെളിപ്പെടുത്തൽ. നെക്സ്റ്റ് യുവേഴ്സ് പാസ് ചെയ്യുന്നു. റോസ്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ, ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നു, കേസറിയ ഫിലിപ്പിയിൽ വെച്ചുള്ള പത്രോസിന്റെ വിശ്വാസം, സ്നാപകന്റെ പ്രഭാഷണം, യേശുവിന്റെ ജ്ഞാനസ്നാനം, യേശുവിന്റെ പരസ്യ ജീവിതം. ചെറിയ പാസ്. ആൻഡ് ദെൻ ദീപക്. സ്നാപകന്റെ പ്രഭാഷണം, ഗലീലിലെയും പരിസര പ്രദേശങ്ങളിലെയും യേശുവിന്റെ പ്രവർത്തനങ്ങൾ, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ഒന്നും പൂർണ്ണമായിട്ട് ശരിയായ ഉത്തരം ഇതുവരെ വന്നിട്ടില്ല. ഗലീലി ശുശ്രൂഷയുടെ ആരംഭം, യേശു ശിഷ്യന്മാരുടെയും ജനക്കൂട്ടരുടെയും കൂടെയുള്ള കാലഘട്ടം, പിന്നെ ശിഷ്യന്മാർക്ക് യേശു സ്വയം വെളിപ്പെടുത്തുന്ന കാലഘട്ടം. ആരും ഉത്തരം പറഞ്ഞിട്ടില്ല, ആർക്കും മാർക്കില്ല. അടുത്തത് അനിലയുടെ ചാൻസ് ആണ്. അനില ഏത് നമ്പറാണ് സെലക്ട് ചെയ്യുന്നത്? 3. നമ്പർ 3. യേശുവിന്റെ സ്വന്തക്കാർ യേശുവിനെ തെറ്റിദ്ധരിച്ചു എന്നതിന് തെളിവായ അധ്യായവും വാക്യവും. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 4-ാം വാക്യം. ശരിയല്ല. ആൽബർട്ട്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യം. ശരിയല്ല. അമൻഡ. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 20-ാം വാക്യം. ശരിയായിട്ടില്ല. എവ്ലിൻ. മർക്കോസ് 3:21. 3:21 കറക്റ്റ് ആൻസർ. 5 മാർക്ക്. എന്നാൽ തുടക്കത്തില് അനിലയുടെ ചാൻസ് ആയിരുന്നു. അധ്യായം കറക്റ്റ് ആയിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഒരു ഭാഗം അധ്യായവും വാക്യവും ചോദിച്ചു. അധ്യായം കറക്റ്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് 5 മാർക്ക്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരിക. ആൽബർട്ടിന്റെ ചാൻസ് ആണ്. ആൽബർട്ട് ഏത് ബിസ്ക്കറ്റ് ആണ് തിരഞ്ഞെടുക്കുന്നത്? നമ്പർ 7. മർക്കോസ് 2:28 ശേഷം മനുഷ്യപുത്രൻ യേശുവിനെ കുറിച്ച് യേശു മാത്രം ഉപയോഗിക്കുന്ന പദമാണ് മനുഷ്യപുത്രൻ എന്ന പദം. അതിനുശേഷം ആദ്യമായിട്ട് പിന്നീട് എപ്പോഴാണ് മനുഷ്യപുത്രൻ എന്ന പ്രയോഗം വരുന്നത്? മർക്കോസിന്റെ സുവിശേഷത്തിൽ. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം വാക്യം. കറക്റ്റ് ആൻസർ 8:31. ഈ റൗണ്ടിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം, അവസാനത്തെ ചാൻസ് അമൻഡായുടേതാണ്. തന്റെ മിശിഹാത്വം, അതായത് യേശു മിശിഹ ആണെന്നുള്ളത് പരസ്യമായും അസന്നിഗ്ധമായും യേശു അംഗീകരിച്ചു പറയുന്ന ഒരേ ഒരു സന്ദർഭം. യേശുവിന്റെ വിചാരണ വേളയിൽ പ്രധാന പുരോഹിതന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ചോദിക്കുന്നു, നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു എന്ന് പ്രധാന പുരോഹിതൻ ചോദിക്കുന്നു. അപ്പോൾ യേശു പറയുന്നു, ഞാൻ തന്നെ. എന്നിട്ട് ഈശോ പറയാണ്, മനുഷ്യപുത്രൻ ശക്തിയുടെ വലതു ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും മേഘങ്ങൾ. ശരിയായ ഉത്തരമാണ്. 10 മാർക്ക്. രണ്ടാമത്തെ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ റൗണ്ട് പൂർണ്ണമാകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും 2 റൗണ്ടിന് ശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര മാർക്ക് വീതം കിട്ടി. അതുകൊണ്ട് സ്കോർ ബോർഡ് നമുക്ക് ശ്രദ്ധിക്കാം. നിഷ ചേച്ചി പറയുന്നത് എന്താണ്? 2 റൗണ്ടുകൾക്ക് ശേഷം നമ്മുടെ മത്സരാർത്ഥികളുടെ സ്കോർ നില ഇപ്രകാരമാണ്. അമാൻഡ 25 പോയിന്റ്, ആൽബർട്ട് 18 പോയിന്റ്, അനില 30 പോയിന്റ്, ജിറ്റുമോൾ 5 പോയിന്റ്, ലിൻഡ 15 പോയിന്റ്, ദീപക് 10 പോയിന്റ്, രവി 22.5 പോയിന്റ്, അമൃത 10 പോയിന്റ്, റോസ് 20 പോയിന്റ്, എവ്ലിൻ 5 പോയിന്റ്. നമ്മൾ 3ാമത്തെ റൗണ്ടിലേക്ക് ഈ മത്സരത്തിന്റെ പ്രവേശിക്കുകയാണ്. വളരെ ആസ്വാദ്യകരമായ ഓഡിയോ റൗണ്ടാണ് മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത്. ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ 10 മാർക്ക് വീതം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അഥവാ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ചോദ്യം പാസ് ചെയ്യാവുന്നതാണ്. പാസ് ചെയ്ത് കിട്ടുന്ന ഓരോ ചോദ്യത്തിനും മത്സരാർത്ഥികളെ നിങ്ങൾക്ക് 5 പോയിന്റ്സ് വീതം ലഭിക്കുന്നതായിരിക്കും. 1ാമത്തെ ചോദ്യം അമൻറ്റായുടെ. ശ്രദ്ധിച്ചു കേൾക്കാം. അവൻ ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിട്ടുകൊണ്ടു പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം ആലാപന രൂപത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ് ഈ റൗണ്ടിൽ നിങ്ങൾ ഇപ്പോൾ കേട്ടതും ഇനി കേൾക്കാൻ പോകുന്നതും. യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. ചോദ്യം ഇതാണ്, എന്താണ് യേശു നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു,
ഈ തലമുറയ്ക്ക് അടയാളങ്ങളൊന്നും നൽകപ്പെടുകയില്ല. 10 മാർക്ക് അമലിക്ക്. അടുത്ത ചോദ്യം ആൽബർട്ടിനോടാണ്. ആൽബർട്ട്, ഈ റെക്കോർഡഡ് ഓഡിയോ ഒന്ന് കേൾക്കണം. അവന്റെ മുൻപിലും പിമ്പിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിന്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം. ഉന്നതങ്ങളിൽ ഹോസാന. ഈശോ ജെറൂസലം പട്ടണത്തിലേക്കും അവിടെ നിന്ന് ദേവാലയത്തിലേക്കും കടന്നു വരുന്ന ആ യാത്ര, ജെറൂസലത്തിലേക്കുള്ള പ്രവേശനത്തിലെ ഭാഗങ്ങളാണ് ഈ വായിച്ചു വരുന്നത്. ചോദ്യം ഇതാണ്: ജനത്തിന്റെ ഈ ഉദ്ഘോഷത്തിനും വരവേൽപ്പിനും മുമ്പ് അവർ ചെയ്തത് എന്ത്? ചിലർ വയലിൽ നിന്ന് പച്ചില കൊമ്പുകൾ മുറിച്ച് വഴിയിൽ നിരത്തി. വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മുഴുവൻ മാർക്കും ചാൻസ് അനിലയുടെയാണ്. ഈ ഓഡിയോ പീസ് നമുക്കൊന്ന് കേൾക്കാം. അവൻ അവരെ പഠിപ്പിച്ചു, എന്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്നു വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങളതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഈശോ ഈ യാത്ര കഴിഞ്ഞ് ജെറൂസലം ദേവാലയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നു. അങ്ങനെ ജെറൂസലം ദേവാലയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നവൻ അന്ന് വൈകുന്നേരം അവിടെ എന്തൊക്കെയാണെന്ന് നോക്കി കണ്ടിട്ട് പുറത്തേക്ക് പോയി. പിറ്റേ ദിവസം കടന്നു വരുന്നു. പിറ്റേ ദിവസം ചെയ്ത ഒരു പരിപാടിയായി പറയണം. അവിടെ പല കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ഇതിനെ, ഈ ദേവാലയത്തെ കവർച്ചക്കാരുടെ ഗുഹ ആക്കി തീർത്തിരിക്കുന്നു. സകല ജനതകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം എന്നായിരുന്നു. ഇത് ഈശോ എടുത്ത് പ്രയോഗിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു പ്രവാചകനിൽ നിന്നും, പഴയ നിയമത്തിലെ ഏത് പ്രവാചകനിൽ നിന്നുള്ളതാണ് കവർച്ചക്കാരുടെ ഗുഹ എന്ന പ്രയോഗം? ആ പ്രവാചക ഗ്രന്ഥത്തിന്റെ അധ്യായം, വാക്യം ജെറമിയ 7:11. അടുത്ത ചോദ്യം ജിറ്റു മോളോടാണ്. ഈ ഓഡിയോ ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് ചോദ്യത്തിലേക്ക് വരും. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. ഇത് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് ഇല്ലേ, വിവാഹ മോചനത്തെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം തർക്കത്തിൽ വരുന്നതാണ്. 10:7 ചില കയ്യെഴുത്ത് പ്രതികളിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു ഭാഗമുണ്ട്. അത് ഈ സുവിശേഷത്തിന് താഴെ എഴുതി വെച്ചിട്ടുണ്ടാവും. 10:7 കൂടുതലായിട്ട് കാണുന്ന, ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് കൂടുതലായിട്ട് കാണുന്ന ഭാഗം ഏത്? അവൻ അവരെ വിട്ട് അവരിരുവരും ഒരു ശരീരമായി തീരും. അടുത്ത ചാൻസ്. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. അടുത്ത ചാൻസ്. ദീപക് പാസ് ചെയ്യുന്നു. അമൃത. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവൻ ഭാര്യയോട് ചേരുകയും. അവൻ ഭാര്യയോട്, അതാണ് വ്യത്യാസം. കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ഡിൻറ്റായോടാണ്. 5-ാമത്തെ ചോദ്യം. ഈ ഓഡിയോ പീസ് ഒന്ന് കേൾക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യമാണ് നമ്മൾ ഈ കേട്ടത്. ഇതും ഈ കയ്യെഴുത്ത് പ്രതികളുടെ പ്രശ്നമാണ്. 26 എന്നും പറഞ്ഞൊരു വാക്യം ഇതിൽ ടെക്സ്റ്റിൽ, സുവിശേഷത്തിന്റെ പ്രധാന പാഠഭാഗത്ത് കാണുന്നില്ല. എന്നാൽ ചില കയ്യെഴുത്ത് പ്രതികളിൽ 26-ാമത്തെ വാക്യമുണ്ട്. ഇതിന്റെ ഫുട്നോട്ടായിട്ട്, അടിക്കുറിപ്പായിട്ടുണ്ട്. 26-ാമത്തെ വാക്യം ഏതാണ്? പാസ് ചെയ്യുന്നു. ഓക്കെ, ദീപകിന്റെ ചാൻസ്. നീ ബലിയർപ്പിക്കുന്നതിന് മുമ്പ് പോയി നിന്റെ സഹോദരനോട് രമ്യപ്പെടുക. അതല്ല, ജെറി പാസ് ചെയ്യുന്നു. അമൃത. നിങ്ങളുടെ സഹോദരനോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ലെന്ന് ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നുണ്ട്. ഓക്കെ, വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. കറക്റ്റ് ആൻസർ അമൃത. അടുത്ത ചോദ്യം, 6-ാമത്തെ ചോദ്യം. നമ്മൾ ഓഡിയോ
ക്ലിപ്പ് കേൾക്കുകയാണ്. അപ്പോൾ യേശു പറഞ്ഞു, എന്തധികാരത്താലാണ് ഞാനിവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. ഇത് വളരെ രസകരമായ ഒരു ഭാഗമാണ്. സുവിശേഷത്തിൽ യേശു വളരെ ബുദ്ധിമാനായ ഒരു സംസാരക്കാരൻ കൂടിയായി. നമ്മൾ വിചാരിക്കും വെറും ഭക്തനായ ഒരു ആത്മീയ നേതാവ് എന്നല്ല, ബുദ്ധിമാനായ സംസാരക്കാരൻ. ഈശോ ദേവാലയത്തിൽ വന്ന് ദേവാലയത്തിലെ ബലി തടയുന്നതിന് അതിൻ്റെ പിറ്റേ ദിവസം അന്നത്തെ യൂദ സെൻഹദ്രിൻ കൂട്ടം കൂടി അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്ത് അധികാരത്താലാണ് ഇത് ചെയ്തത്? ഓ, ആരാ നിനക്ക് അധികാരം തന്നത്? ഉടനെ ഈശോ പറയുന്നു, ശരി ശരി, നിങ്ങൾ ചോദിച്ചതിനൊക്കെ ഉത്തരം പറയാം, പക്ഷേ അതിനു മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറ. യോഹന്നാന്റെ ജ്ഞാനസ്നാനം അത് സ്വർഗത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ? ഉത്തരം പറ. അവര് ആലോചിച്ചിട്ട് പറഞ്ഞു, എന്തുത്തരം പറഞ്ഞാലും പ്രശ്നമാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയാൻ മേല. നോക്കണേ, നമ്മളാണ് എന്ത് തിരിച്ചുത്തരം പറയും? എന്നാൽ എനിക്കും അറിയാൻ മേല. എന്നാൽ ഈശോ പറയുന്നത് എന്താണ്? ഞാൻ പറയുകയില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എന്ത് അധികാരത്താലാണ് ഞാൻ ചെയ്യുന്നതെന്ന്. പറയണം. ചോദ്യം ഇതാണ് നമ്മൾ വായിച്ചു കേട്ട ഭാഗം. ഈശോ ഇത് പറഞ്ഞത് എവിടെ വെച്ചായിരുന്നു? ജെറൂസലം ദേവാലയത്തിൽ വെച്ച്. അധ്യായവും വാക്യവും പറയാമോ? 11:30 ഞാൻ മാർക്ക് തരികയാണ് ദീപക്കിന്. ആ ഭാഗം 11:27 മുതൽ 33 വരെയുള്ള ഭാഗമാണ്. മാർക്ക് ദീപക്കിന് 10 മാർക്ക്. എല്ലാവരും കഴിയും. അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ആ 7ാമത്തെ ചോദ്യം, 7ാമത്തെ ഓഡിയോ ക്ലിപ്പിംഗ് ഒന്ന് കേൾക്കാം. അവന് ഇനിയൊരുവൻ മാത്രം അവശേഷിച്ചു, തൻ്റെ പ്രിയപുത്രൻ. എൻ്റെ പുത്രനെ അവർ മാനിക്കും എന്നു പറഞ്ഞ് അവസാനം അവനെയും അവരുടെ അടുത്തേക്കയച്ചു. ഇതും അതിനോട് തുടർന്ന് വരുന്ന ഭാഗമാണ്. ജെറിയുടെ ചാൻസാണ്. ഈശോ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഉപമ പറയുകയാണ്. ആ ഉപമയിലെ ഒരു വചനമാണ്. അതായത്, ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. കൃഷിക്കാരൻ കൃഷിഭൂമി ഒരുക്കി, എന്നിട്ടോ പാട്ടത്തിന് കൊടുത്തു. സമയമായപ്പോൾ ഭൃത്യന്മാരെ വിട്ടു, അവരെ പരിക്കേൽപ്പിച്ചു, ഒരുത്തൻ്റെ തലക്കടിച്ചു, അവസാനം സ്വന്തം പുത്രനെ വിടുന്ന കാര്യമായി പറയും. ഇത് 12:6 സ്വന്തം പുത്രനെ വിടുന്ന കാര്യം പറയുന്നു. 12:6 15:39 തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? പാസ് ചെയ്യുന്നു. അമൃതയുടെ ചാൻസ്. 12:6 ഇവിടെ ദൈവത്തിന്റെ പുത്രനായിട്ട് യേശുവിനെ ആണ് ഉപമിക്കുന്നത്. 15:39 ശതാധിപൻ അത് സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. ശതാധിപൻ എന്താ പറഞ്ഞത്? ശതാധിപൻ സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രൻ ആയിരുന്നു. 15:39 ബന്ധം പറഞ്ഞത് കറക്റ്റാണ്. അമൃതയ്ക്ക് 5 മാർക്ക്. സെക്കൻഡ് ഓഡിയോ പ്ലേ. അമൃതയുടെ ചാൻസ്. ദാവീദു തന്നെ അവനെ കർത്താവെന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ അവന്റെ പുത്രനാകുന്നത്? ഇത് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ ഒരു ഭാഗം. ദേവാലയത്തിൽ വെച്ച് യേശുവിനോടായിരുന്നു യൂദ നേതാക്കന്മാരും പ്രതിനിധികളും ചോദിച്ചുകൊണ്ടിരുന്നു. അവസാനം യേശു തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നത്. ഏതർത്ഥത്തിലാണ് ദാവീദിന്റെ പുത്രനാകുന്നത് ക്രിസ്തു? പക്ഷേ ഏത് സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു ദൈവമെന്ന നിലയിൽ തനിക്കുള്ള ഈ അതിശായിത്വം? കൃത്യമായൊരു സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട്. അതേതാണ് ആ സങ്കീർത്തനം? സങ്കീർത്തനം 110:1. കറക്റ്റ് ആൻസർ 110:1. ഓഡിയോ ഒന്ന് ശ്രദ്ധിച്ചു. യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക.
രണ്ടാമത്തെ കൽപ്പന നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇത് സുവിശേഷത്തിലെ വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു ഭാഗം. ഈശോയോട് ചോദിക്കുന്ന ചോദ്യം ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന? ഈശോ പറയുന്നത് പഴയ നിയമത്തിൽ നിന്നുള്ളതാണ്, അല്ലാതെ ഈശോ പുതുതായിട്ട് കണ്ടുപിടിച്ചല്ല, പഴയ നിയമത്തിൽ ഉള്ള കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ ആ പഴയ നിയമത്തിലെ പുസ്തകം, അധ്യായം, വാക്യം എന്നിവ പറയണം. നിയമാവർത്തനം 6-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ലേവ്യർ 19-ാം അധ്യായം 18-ാം വാക്യം. 10 മാർക്ക് റോസിന്. കറക്റ്റ് ആൻസർ. നമ്മൾ ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരിക. ഓഡിയോ ക്ലിപ്പിംഗ് കേൾക്കാം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയും കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നു സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. ജെറൂസലം ദേവാലയത്തിൽ വെച്ച് ഈശോ ചെയ്യുന്ന അവസാനത്തെ പരിപാടിയായി ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നവരെ കണ്ടു. ശ്രദ്ധിക്കേണ്ടത് ഈശോ വരച്ചു കാട്ടുന്ന ശക്തമായ ഒരു മാനദണ്ഡമാണ്. കൊടുക്കുന്നതിൻ്റെ വലിപ്പം ഇരിക്കുന്നത് നമ്മുടെ പണസഞ്ചിയുടെ വലിപ്പത്തിലല്ല, ചെക്കിൻ്റെ വലിപ്പത്തിലല്ല. പകരം കൊടുക്കുന്ന സാധനം എത്രമാത്രം കൊടുക്കുന്നയാളെ മുറിവേൽപ്പിക്കുന്നു, നൊമ്പരപ്പെടുത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വിധവ ചെമ്പു നാണയം 2 എണ്ണമായിട്ട് ഏറ്റവും ചെറുതിട്ടിട്ടും അവൾ ഏറ്റവും കൂടുതലായിട്ട് കൊടുത്തു. കാരണം ഉപജീവനത്തിനുള്ളത് മുഴുവൻ കൊടുത്തു. കൊടുക്കുന്നതിൻ്റെ മൂല്യം ഈശോ മാറ്റി എഴുതുകയാണ്. ഇവിടെ ചോദ്യം, യേശുവിന്റെ ഈ പ്രശംസയ്ക്ക് മുമ്പ് വിധവയെ പ്രശംസിക്കുന്നു, വിധവയായ സ്ത്രീ. അതിന് മുമ്പ് മർക്കോസിന്റെ സുവിശേഷത്തിൽ വിധവയെ കുറിച്ച് കാണുന്ന ഒരു പരാമർശമുണ്ട്. വിധവയെ കുറിച്ച് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പരാമർശമുണ്ട്. അതേതാന്ന് പറയാമോ? സ്ത്രീ എന്ത് ചെയ്തു? വിധവയായിരുന്നു. ഒരു സെക്കൻഡ് എടുത്ത് ഇല്ല, അടുത്ത ചാൻസ് കമന്റായിട്ട്. ഈശോ നിയമജ്ഞരെ വിമർശിക്കുമ്പോൾ പറയുന്നുണ്ട്, നിയമജ്ഞർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നുവെന്ന്. കറക്റ്റ് ആൻസർ. വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നു. ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്കോർ നിലവാരം എവിടെ നിൽക്കുന്നു? ഇനി എങ്ങനെ അടുത്ത റൗണ്ടിലെ മത്സരം നിയന്ത്രിക്കണം നമുക്ക് കേൾക്കാം. ബി ലെവലിലെ മത്സര വിജയിയെ കണ്ടെത്താൻ ഒരു റൗണ്ട് മാത്രം അവശേഷിച്ചിരിക്കെ മത്സരാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന സ്കോർസ് ഇപ്രകാരമാണ്: അമാൻഡ 40 പോയിന്റ്, ആൽബർട്ട് 28 പോയിന്റ്, അനില 40 പോയിന്റ്, ജിറ്റുമോൾ 5 പോയിന്റ്, ടിൻഡ ബേബി 15 പോയിന്റ്, ദീപക് 20 പോയിന്റ്, Jerry 22.5 points, Amrita 35 points, Rose 30 points, Evelyn 5 points. നമ്മൾ അവസാനത്തെ റൗണ്ടിലേക്ക് വരികയാണ്. ഇതിന്റെ പേര് റാപ്പിഡ് റൗണ്ട് എന്നാണ്. ഇത് വളരെ സവിശേഷതയാർന്ന ഒരു റൗണ്ടാണ്. നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന റൗണ്ടാണ്. ഈ റൗണ്ടിന്റെ വിശദാംശങ്ങളെ കുറിച്ച് നിങ്ങളോട് ഇഷ ചേച്ചി സംസാരിക്കും. ഓരോ മത്സരാർത്ഥിക്കും 7 ചോദ്യം വീതം സെലക്ട് ചെയ്യാവുന്ന റൗണ്ടാണിത്. ക്വിസ് മാസ്റ്റർ ചോദിക്കുന്ന 7 ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറയുകയാണെങ്കിൽ 7 ചോദ്യങ്ങൾക്കുമായി 20 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അഥവാ ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാതെ വരികയോ ഉത്തരം തെറ്റിപ്പോവുകയോ ചെയ്താൽ 3 മാർക്ക് വീതം കുറയുന്നതുമായിരിക്കും. വളരെ ലളിതമാണ് ഈ ഒരു റൗണ്ടിന്റെ പ്രത്യേകത. ഇഷ ചേച്ചി നിങ്ങളുടെ അടുത്തേക്ക് ഈ ക്വസ്റ്റ്യൻ ട്രേയുമായിട്ട് വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള
ഈ ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിനകത്തു നിന്നും സെലക്ട് ചെയ്യാം. 10 ബഞ്ചസ് ഇവിടെയുണ്ട്. അത് മുകളിലിരിക്കുന്നത് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എവിടുന്ന് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളത്. അതിനകത്തെ 7 ചോദ്യങ്ങളായിരിക്കും ആ ആളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് എടുക്കുന്നു, അത് അതേപടി. കറക്റ്റ് ആൻസർ. യേശു തന്റെ രാജകീയ പ്രവേശനത്തിന് ശേഷം 12 പേരോട് കൂടെ എവിടേക്ക് പോയി? റൈറ്റ്. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. ഇതിന് മറുപടി എന്തായിരുന്നു? അതേ കർത്താവേ, എന്നാൽ മക്കളും മേശപ്പുറത്ത് നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. കറക്റ്റ് ആൻസർ. സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് ആരെ കുറിച്ചാണ് യേശു ജനങ്ങളോട് പറഞ്ഞത്? നിയമജ്ഞരെ കുറിച്ച്. കറക്റ്റ്. നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് ആരോട്? ബർത്തിമിയോസിനോട്. റൈറ്റ്. വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തടുത്ത് നിൽക്കുമ്പോൾ യൂദായിലുള്ളവർ എവിടേക്കാണ് പലായനം ചെയ്യണം? പർവ്വതങ്ങളിലേക്ക് പലായനം. റൈറ്റ്. അവന്റെ വാക്ക് കേട്ട ശിഷ്യന്മാർ വിസ്മയിച്ചു. ഏത് വാക്ക് കേട്ട്? മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. റോങ് ആൻസർ. 6 എണ്ണം കറക്റ്റ് ആയിരിക്കുന്നു. മൊത്തം 20 മാർക്കാണ്. 3 മാർക്ക് ഒരു തെറ്റിന് റെഡ്യൂസ് ചെയ്താൽ 17 മാർക്ക്. 1/4 ആണ്. അഭിനന്ദനങ്ങൾ അമൻതാക്കൾ. അടുത്ത ചാൻസ് ആൽബർട്ട് എബ്രഹത്തിന്റെ. ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ലാത്തത് ആർക്കാണ്? പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം പറയുന്നത്. റൈറ്റ് ആൻസർ. എവിടെ ഇരുന്നാണ് യേശു വിധക്കാരന്റെ ഉപമ പറഞ്ഞത്? കടലിൽ കിടന്ന ഒരു വഞ്ചിയിലിരുന്നു. റൈറ്റ്. അങ്ങ് എന്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? യേശുവിനോട് ആരാണ് ഇങ്ങനെ ചോദിച്ചത്? കഫർനാവിലെ സ്ലോയിലെ പിശാച് ബാധ. കറക്റ്റ്. ജനക്കൂട്ടത്തിനിടയിലൂടെ യേശുവിന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചത് ആരാണ്? രക്തസ്രാവകാരൻ. റൈറ്റ് ആൻസർ. ആരുടെയൊക്കെ പുളിപ്പിനെ പറ്റി കരുതിയിരിക്കാനാണ് യേശു ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയത്? വീണ്ടും റൈറ്റ്. അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് എന്ന് യേശു പറഞ്ഞത് ആരോടാണ്? സദുക്കാരോട്. റൈറ്റ്. യേശു ആരിൽ നിന്നാണ് 7 പിശാചുക്കളെ പുറത്താക്കിയത്? കറക്റ്റ്. ഫുൾ സ്കോർ. 20 പോയിന്റ്. അനില സോജൻ. ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു. ആരാണ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചതിന് ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത്? റൈറ്റ്. യേശു സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നത് എപ്പോൾ? യേശു ബെഥിലിനെ എവിടെ നിന്നാണ് മാറ്റി നിർത്തിയത്? റൈറ്റ്. നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. യേശു ആരെയാണ് ഇങ്ങനെ ശാസിച്ചത്? കറക്റ്റ്. തന്റെ ഓഹരി ശേഖരിക്കാൻ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ അയച്ച തന്റെ പുത്രനെ കൃഷിക്കാർ എന്ത് ചെയ്തു? റൈറ്റ്. യേശുവിനെ സംസ്കരിച്ച ദിവസത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? റൈറ്റ്. നിത്യപാപത്തിന് ഉത്തരവാദി ആകുന്നത് ആര്? കറക്റ്റ് ആൻസർ. ഒരെണ്ണം മാത്രം പെശകിപ്പോയി. 17 മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നു. ജിറ്റുവിന്റെ ചാൻസ് ആണ്. ജിറ്റു മോൾ തുടങ്ങുന്നു. ബറാബാസിനെയാണ് വിട്ടുതരേണ്ടതെന്ന് ആവശ്യപ്പെടാൻ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചത് ആര്? കറക്റ്റ് ആൻസർ. എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? റൈറ്റ്. യേശുവിനെ ബേൽസബൂൽ ആവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? റൈറ്റ്. 5000 പേരെ തീറ്റുവാൻ എത്ര മീനാണ് യേശു വർദ്ധിപ്പിച്ചത്? 2 മീൻ. കറക്റ്റ്. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് യേശു ആഗ്രഹിച്ചത് ഏതു പ്രദേശത്ത് വെച്ചാണ്? റോങ്. നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു? ഇത് യേശുവിനോട് ചോദിച്ചത് ആര്? കറക്റ്റ്. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം എന്നാണ് മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടത്? ആഴ്ചയുടെ ആദ്യ ദിവസം. കറക്റ്റ് ആൻസർ. 6 ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു. 17 മാർക്ക്. അടുത്ത ചാൻസ് ഡിൻഡ ബേബിയുടെയാണ്. തുടങ്ങാൻ. യേശു ശിമിയോന്റെ അമ്മയെ സൗഖ്യമാക്കിയത് എങ്ങനെ? അവനവനെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. കറക്റ്റ് ആൻസർ. യേശു വിളിക്കുമ്പോൾ ഹൽപ്പയുടെ പുത്രനായ ലേവി എവിടെ ഇരിക്കുകയായിരുന്നു? റൈറ്റ്. അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത്? ഇത് ചോദിച്ചത് ആര്? ഹരിസേരിൽപ്പെട്ട ചില നിയമം. റൈറ്റ്. മതി, സമയമായിരിക്കുന്നു. എന്ത് മതി? നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നത് മതി. റൈറ്റ്. ഈ വചനം അവർക്ക് മനസ്സിലായില്ല. ഏത് വചനം? മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു, അവർ അവനെ വധിക്കും, എന്നാൽ 3 ദിവസത്തിന് ശേഷം അവൻ സ്വർഗത്തിലേക്ക് നോക്കി നെടുവേർപ്പെട്ടുകൊണ്ട് യേശു എന്തു പറഞ്ഞു? കറക്റ്റ്. യേശു ബഥാനിയായി കുഷ്ഠരോഗിയായ ശിമിയോന്റെ വീട്ടിൽ ഭക്ഷണത്തിലിരിക്കവേ ഒരു സ്ത്രീ ഒരു വെങ്കൽ ഭരണി നിറയെ കൊണ്ടുവന്നത് എന്ത്? വിലയേറിയ ശുദ്ധനാർദിയും തൈലം. റൈറ്റ് ആൻസർ. ദീപകിന്റെ ചാൻസ് ആണ്. അശുദ്ധാത്മാവ് ബാധിച്ചവൻ അലറി, നീ ആരാണെന്ന് എനിക്കറിയാം. ആരാണെന്നാണ് അവൻ പറഞ്ഞത്? മഹോന്നതനായ ദേവപുത്രൻ. ശരിയല്ല. ഓക്കെ. അടുത്തത്. യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തും ദെക്കാപോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ആര്? ലഘുവൻ ബലൻ. ഓക്കെ. കറക്റ്റ്. ഹെറോദ് രാജാവിന്റെ സഹോദരൻ.
ഫിലിപ്പോസ്. കറക്റ്റ്. ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? യേശുവിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ആര്? ശിഷ്യന്മാർ. കറക്റ്റ്. ഗുരു, എന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവനെ തടഞ്ഞു. ആരാണ് യേശുവിനോട് ഇപ്രകാരം പറഞ്ഞത്? കറക്റ്റ്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആരെ പോലെ ആയിരിക്കുമെന്നാണ് യേശു പറഞ്ഞത്? സ്വർഗ്ഗത്തിലെ ദൂതന്മാർ. കറക്റ്റ്. പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും സംബന്ധിച്ച് യേശുവിന്റെ 3-ാം പ്രവചനത്തിന് ശേഷം മർക്കോസ് വിവരിക്കുന്നത് എന്ത്? സബദി പുത്രന്മാരുടെ. കറക്റ്റ് ആൻസർ. ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലാം ശരിയായിരിക്കുന്നു. അടുത്തത് ജെറിയുടെ ചാൻസാണ്. യേശു സ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ ഇറങ്ങി വന്നത് എങ്ങനെ? കറക്റ്റ്. എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന് ആരോടാണ് യേശു പറഞ്ഞത്? കറക്റ്റ്. അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത്? ഇത് ചോദിച്ചത് എവിടെ വെച്ച്? കറക്റ്റ്. ഉപമകൾ രഹസ്യമായി ആർക്കാണ് യേശു വിശദീകരിച്ചു കൊടുത്തത്? കറക്റ്റ്. യേശു അന്ധന്മാരെ സുഖപ്പെടുത്തുന്ന 2 വിവരണങ്ങളുണ്ട്. അവ നടന്ന സ്ഥലങ്ങൾ ഏവ? പട്ടണങ്ങൾ. ഒന്ന് ജെറീക്കോ, ഒന്ന് ബെത്സൈദ. കറക്റ്റ് ആൻസർ. ബെത്സൈദ, ജെറീക്കോ. ഗൊൽഗോഥ എന്ന വാക്കിന്റെ അർത്ഥം? തലയോടിടം. കറക്റ്റ്. യേശുവിനെ സംസ്കരിച്ചത് ആര്? അരിമത്യാക്കാരനാണ്. റൈറ്റ് ആൻസർ. അടുത്തത് അമൃത ആൻഡ്. ചോദ്യം തുടങ്ങുന്നു. ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് അറിയേണ്ടതിന് യേശു എന്താണ് തളർവാദ രോഗിയോട് പറഞ്ഞത്? കിടക്കയും എടുത്ത് വീട്ടിലേക്ക്. കറക്റ്റ് ആൻസർ. ബോവനർഗസ് എന്നു പേരു നൽകിയവൻ ആരാണ്? നൽകിയവർ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും. കറക്റ്റ്. യേശുവിന്റെ സ്വന്തക്കാർ അവനെ പിടിച്ചുകൊണ്ടു പോകാൻ പുറപ്പെട്ടത് എന്തുകൊണ്ട്? അവർ സ്വഭാവം നഷ്ടപ്പെടുന്നവരെ അറിഞ്ഞിട്ടുകൊണ്ട്. കറക്റ്റ്. മർക്കോസിന്റെ സുവിശേഷത്തിലെ ഏറ്റവും ചെറിയ അധ്യായം ഏത്? 16. കറക്റ്റ്. ബെർത്തേമിയൂസ് എന്ന പേരിന്റെ അർത്ഥം എന്ത്? ദൈവത്തിൽ വിശ്വസിക്കുക. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? ശിഷ്യന്മാരോട്. റോങ്. ആരാണ് യേശുവിനെ മുൾക്കിരീടം മെടഞ്ഞ് അണിയിച്ചത്? പടയാളികൾ. കറക്റ്റ് ആൻസർ. 14 മാർക്ക്. അടുത്തത് റോസ് മുട്ടത്തിന്റെ. റോസ് റെഡിയാണല്ലോ? മർക്കോസ് എവിടെ വെച്ച് സുവിശേഷം എഴുതിയെന്നാണ് പരമ്പരാഗതമായ വിശ്വാസം? റോമിൽ. കറക്റ്റ്. ഈ ജനം അതരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ ദൂരെയാണ്. ആരാണ് ഇപ്രകാരം പ്രവചിച്ചത്? കറക്റ്റ്. അന്ധനായ ബെർത്തമിയൂസ് യേശുവിനോട് എന്താണ് ആവശ്യപ്പെട്ടത്? എനിക്ക് കാഴ്ച. കറക്റ്റ്. ഏത് മലയ്ക്ക് സമീപമുള്ള സ്ഥലങ്ങളാണ് ബെത്ഫഗയും ബെഥാനിയയും? റൈറ്റ്. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ്? റൈറ്റ് ആൻസർ. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം ശിഷ്യന്മാർക്ക് മുമ്പേ യേശു എവിടേക്കാണ് പോവുക? റൈറ്റ് ആൻസർ. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഇപ്രകാരം പറഞ്ഞ് യേശുവിനെ പരിഹസിച്ചത് ആരെ? പ്രധാന പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും. കറക്റ്റ് ആൻസർ. എല്ലാം ശരിയായിരിക്കുന്നു. 20 മാർക്ക്. ചോദ്യം തുടങ്ങുന്നു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഇത് ഏത് പ്രവാചക ഗ്രന്ഥത്തിലാണ് ഉള്ളത്? റൈറ്റ് ആൻസർ. നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ആരോടാണ് യേശു ഇപ്രകാരം ചോദിച്ചത്? റൈറ്റ് ആൻസർ. ആരാണ് എന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ഇപ്രകാരം ആരോട് ചോദിച്ചു? റോങ്. കപടനാട്യക്കാരായ നിങ്ങളെ കുറിച്ച് യേശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. ഇത് യേശു ആരോട് പറഞ്ഞതാണ്? റൈറ്റ് ആൻസർ. പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത് ആര്? റൈറ്റ്. പ്രധാന പുരോഹിതന്റെ സേവകന്റെ ചെവി ഛേദിച്ചത് ആര്? യേശുവിന്റെ കൂടെ ശിഷ്യന്മാരിൽ ഒരുവൻ. റോങ്. ബറാബാസിനെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടാൻ പുരോഹിത പ്രമുഖന്മാർ പ്രേരിപ്പിച്ചത് ആര്? ജനക്കൂട്ടത്തെ. റൈറ്റ് ആൻസർ. അതുകൊണ്ട് മൊത്തം സ്കോർ 14. നമ്മൾ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ ഈ ബി ഗ്രൂപ്പിന്റെ റൗണ്ട്. ഇനി അറിയേണ്ടത് ഫലപ്രഖ്യാപനം. ആരാണ് ഒന്നാമത് വന്നിരിക്കുന്നത്? ആരാണ് രണ്ടാമത് വന്നിരിക്കുന്നത്? ആരാണ് മൂന്നാമത് വന്നിരിക്കുന്നത്? ഏറ്റവും പ്രധാനം, ഈ ഒന്നാമത് വന്നയാള് മെഗാ ഫൈനലിലേക്ക് പോകും. കേൾക്കാം. ശ്രദ്ധയോടെ നമുക്ക് സ്കോറിലേക്ക് വരാം. ബി ഗ്രൂപ്പിലെ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾക്കൊടുവിൽ നമുക്ക് വിജയിയെ പ്രഖ്യാപിക്കുവാൻ സമയമായിരിക്കുന്നു. ഓരോ മത്സരാർത്ഥിക്കും ലഭിച്ചിരിക്കുന്ന മാർക്കുകൾ എത്രയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അമാൻഡ 57 points, Albert 48 points, Anila 57 points, Indramal 22 points, Indra 35 points, Deepak 37 points, Jerry 42.5 points, Amrita 49 points, Rose 50 points, Evelyn 19 points. ഈ
അവസരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ രണ്ട് മത്സരാർത്ഥികൾ ഒരേ സ്കോർ നിലയോടെ തുല്യമായി ഒന്നാം സ്ഥാനത്തിന് വേണ്ടി കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അമാൻഡ ആൻഡ് അനില. നമുക്ക് ഒരു ടൈ ബ്രേക്കറിന്റെ ആവശ്യം ഇവിടെ അനുഭവപ്പെടുന്നു. വാശിയേറിയ മത്സരമാണ്. അതെങ്ങനെ അറിയാം? സ്കോർ ബോർഡ് നോക്കിയാൽ അറിയാം. രണ്ടുപേരും ഒരേപോലെ, അമാൻഡ ആൻഡ് അനില. അഭിനന്ദനം. ഇനി എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? അതിന് അടുത്ത ഒരു കുറുക്ക് വഴി, ഷോർട്ട് കട്ടിലേക്ക് പോവുക. 50-50 റൗണ്ടിന്റെ 2 ചോദ്യങ്ങൾ. ആദ്യം അമാൻഡയ്ക്ക്, അതിനുശേഷം അനിലയ്ക്ക്. ആ ചോദ്യങ്ങൾ 50-50യുടെ പ്രത്യേകത ഓർത്തിരിക്കുക. നേരിട്ട് ചോദ്യം നിങ്ങളിലേക്ക് വരും, നിങ്ങൾക്ക് മോണിറ്ററിൽ കാണാം. ഒരു ക്ലൂവുമില്ലാതെ ഉത്തരം പറഞ്ഞാൽ 15 പോയിന്റ്. നിങ്ങൾക്ക് ഉത്തരം അറിയാൻ മേല എങ്കിൽ ഉടനെ തന്നെ ക്ലൂ ഓപ്ഷൻസ് ചോദിക്കാം. ഉടനെ 4 ഓപ്ഷൻസ് വരും. അതുപയോഗിച്ച് ഉത്തരം പറഞ്ഞാൽ 10 പോയിന്റ്. അതും അറിയാൻ മേലെങ്കിൽ അടുത്ത ചാൻസിലേക്ക് പോകാം. 50-50 ഓപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ 4-2 ഉത്തരങ്ങൾ മഞ്ഞു പോകും. പിന്നെ മിച്ചം 2. അതിൽ ഒരെണ്ണമാണ് ശരി ഉത്തരം. അത് പറഞ്ഞാൽ 5 മാർക്ക്. ആദ്യം അമൻഡായോട്, അതിനുശേഷം അനിലായോട്. നമ്മൾ തുടങ്ങുന്നു. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. മോണിറ്റർ ശ്രദ്ധിക്കുക. അവൻ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റൻ പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. മർക്കോസിന്റെ സുവിശേഷം അധ്യായമേത്, വാക്യമേത്? യുവർ ചാൻസ് അമാൻഡ. ഓപ്ഷൻസ്, 4 ഓപ്ഷൻസ്. 6:34, 6:36, 6:37, 6:35. ഉറപ്പുണ്ടെങ്കിൽ പറയുക. ഇല്ല 50-50 യു കൻ ഓപ്റ്റ്. 50-50 2 പോട്ടെ. ഓക്കെ. 6:34, 6:37. ഇതിൽ ഒരെണ്ണം ശരി ഉത്തരമാണ്. ഓപ്ഷൻ സി 6:37. 6:37. അമാൻഡ, സോറി, ദാറ്റ് വാസ് എ റോങ് ആൻസർ. 6:34 കറക്റ്റ് ആൻസർ. സാരമില്ല, എന്നാലും ഭാഗ്യം വരുമെന്ന് വിചാരിക്കാം. അടുത്ത ചാൻസ് അനില ഇടുക. മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കുക. ചോദ്യം വരുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകിയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. മർക്കോസിന്റെ സുവിശേഷം അധ്യായമേത്, വാക്യമേത്? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 41-ാം വാക്യം. ഒന്നുകൂടെ പറഞ്ഞേ. 41. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. അത് നമുക്ക് അനുകരണീയമായ ഒരു മാതൃകയാണ്. അമൻഡ ആദ്യം ചോദ്യം പറഞ്ഞ് 3 ചാൻസും പോയി. അത് കഴിഞ്ഞ് അനിലായിക്ക് ചാൻസ് കിട്ടി. 9:41 ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരി ഉത്തരമെന്ന് ഞാൻ പറയാൻ അല്പം താമസിച്ചു. പക്ഷേ നിങ്ങൾ കൈയടിക്കുന്നതിനൊക്കെ മുമ്പ് ആദ്യം കൈ അടിച്ചത് അമാൻഡായ. അത് തന്നെ ഭയങ്കരമായ ഒരു വണ്ടർഫുൾ. ഇതാണ് നമ്മുടെ സുവിശേഷം ജീവിതത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഒരു സഹോദരി നമ്മളെക്കാളും മുമ്പിലേക്ക് കടന്നു പോയതിൽ സന്തോഷിക്കുക. നമ്മൾ അതിന്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഫസ്റ്റ് പ്രൈസ് അനില സോജൻ, സെക്കൻഡ് പ്രൈസ് അമാൻഡ ബെൻ ആൻഡ് തേർഡ് പ്രൈസ് റോസ് മുട്ടത്ത്. ബാക്കിയുള്ള 7 മത്സരാർത്ഥികളും ഒരുപോലെ 4-ാം സ്ഥാനം പങ്കിടുന്നു. നിങ്ങൾക്കേവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.